Hello, good morning all. Good morning. Good morning. Good Thank morning. you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് റാണി മാം ആണ്. മാം ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. റാണി മാം സ്റ്റാർട്ട് ചെയ്യാലേ? ഓക്കെ, താങ്ക് യു സജന മാം. നല്ലൊരു പ്രഭാതം ആശംസിച്ച് എല്ലാവർക്കും ഞാനും തുടങ്ങട്ടെ. അപ്പോ ഗുഡ് മോർണിംഗ് എവറി വൺ. എന്തൊക്കെയുണ്ട്? രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണോ ഇരിക്കുന്നേ? ഒരു ഫ്രഷ് അപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? Yes, good morning. ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മളെല്ലാം രാവിലെ എഴുന്നേക്കുന്നത് എന്തിനാന്ന് ആലോചിക്കാറുണ്ടോ? എന്തിനാണോ രാവിലെ എഴുന്നേക്കുന്നത്? എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും രാവിലെ എഴുന്നേറ്റിട്ട്. എന്തൊക്കെയാണ് ചെയ്യാനുണ്ടാവുക? എന്താണ് നമ്മളെ ശരിക്കും രാവിലെ എല്ലാവരും എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത്? ജീവിക്കണമെന്നാണോ, വിജയിക്കണമെന്നാണോ? എന്താണ് എല്ലാവർക്കും തോന്നുക? ആരെങ്കിലും പറയാമോ? ഒരു പുതിയ ദിവസത്തിലേക്ക് ഉള്ള തുടക്കം, എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് എഴുന്നേക്കുന്നത്. ഓക്കെ, ഗുഡ്. താങ്ക് യു സുസൻ മാം. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം അല്ലെങ്കിൽ ജീവിക്കണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും രാവിലെ എഴുന്നേൽക്കുക അല്ലെ? എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മുന്നോട്ടുണ്ടാവും നമ്മളെ നയിച്ചുകൊണ്ട് പോകാനായിട്ട്. പക്ഷെ എല്ലാവരുടെ സ്വപ്നമാണ് വിജയിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിലെ സ്വപ്നമാണ്. അപ്പോ ചില രാജ്യങ്ങളുണ്ട്, അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം സക്സസ് ആയിട്ടുള്ള ചില രാജ്യങ്ങൾ. അവിടെ ആളുകളൊക്കെ ഇങ്ങനെ 100 വയസ്സ് വരെ വളരെ സന്തോഷമായിട്ട് ജീവിക്കും. അവർക്ക് ജീവിതം എന്നാൽ ഒരു ബേർഡൻ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ട് തോന്നാറില്ല. വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടാറുണ്ട്. അവർ ഒരുപാട് സന്തോഷം കണ്ടെത്താറുണ്ട്. അവർ അവർക്ക് വേണ്ടിയാണ്, സ്വന്തം വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ആളുകൾ ജോലി ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അല്ല പൈസ, പണം കിട്ടുക അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവുക എന്നതിനപ്പുറം അവരുടെ സ്വന്തം സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് വേണ്ടി കൂടിയേ അവർ ജോലി ചെയ്യുന്നത്. അത്തരത്തിലൊരു രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ജപ്പാനിലെ അവരുടെ ജീവിത വിജയത്തിനായി അവർ ഉപയോഗിക്കുന്ന ഒരു 6 ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? Yes, നമുക്ക് ma'am. Yes, we are ready. ഓക്കെ, അപ്പൊ നമുക്ക് താങ്ക് യു ചന്ദ്ര മാം, താങ്ക് യു സുസ്ന, താങ്ക് യു സുസൻ മാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇന്നത്തെ നമ്മുടെ 6 ടെക്നിക് നമ്മുടെ ജീവിത വിജയം, ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ചെറിയ ചെറിയ 6 കാര്യങ്ങൾ. ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ എളുപ്പമാണ്. ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും അധികം 100 വയസ്സ് കടന്ന ആളുകൾ ജീവിക്കുന്നത്. നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ചിട്ട്? ആരെങ്കിലും ഒക്കെ സ്വപ്നം കാണുന്നുണ്ടോ അങ്ങനെ? എനിക്ക് 100 വയസ്സ് വരെ ജീവിക്കണം ഉണ്ടോ ആർക്കെങ്കിലും? എന്തുകൊണ്ട് ജീവിച്ചുകൂടാ അല്ലെ? 100 വയസ്സ് വരെ ജീവിക്കാം, 100 വയസ്സ് വരെ സന്തോഷമായിട്ട്. അപ്പോ 100 വയസ്സ് വരെ ജീവിക്കണമെന്നും അതിനപ്പുറം ജീവിക്കണമെന്നും ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഒരു തീരുമാനം. ജപ്പാനിലെ ആളുകൾ ഒരു ചെറിയ നിയമം പാലിക്കാറുണ്ട് അവരുടെ ജീവിതചര്യയില്. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനും നമുക്കത് ആവശ്യമാണ്. അപ്പൊ ജപ്പാനിലെ ആളുകൾ ഉപയോഗിക്കുന്ന ആ സിമ്പിൾ ടെക്നിക് ഹര ഹാച്ചിപ്പു എന്ന് പറഞ്ഞിട്ട്, ഈറ്റ് ലെസ്, അതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ്. നമ്മൾ വയറ് നിറച്ച് കഴിക്കണം എന്നാണ് എല്ലാ ദിവസവും പിള്ളേരായാലും നമ്മളായാലും പറഞ്ഞു പഠിപ്പിച്ചുള്ള ചെറുത്തിലും അല്ല. വയറ് നിറച്ച് കഴിക്കണം. വയറ് നിറഞ്ഞോ, അല്ലെങ്കിൽ ഒരു 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 ഉരുള കൂടെ കഴിക്കുണ്ണി എന്ന് നമ്മളെപ്പോഴും പറയാം അല്ലെ?
ഉണ്ണിയുടെ വയറ് നിറഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. അന്ന് ഉണ്ണി ഒരു ഉരുളൂടെ കഴിക്കൂ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കൂ, അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് കഴിക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെറുപ്പത്തിലേ മുതൽ വളർത്തിക്കൊണ്ടുവരിക. നമ്മൾ നമ്മുടെ കുട്ടികളെയും അങ്ങനെയൊക്കെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരിക. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിറച്ച് കഴിക്കണ്ട, കുറച്ച് അവിടെ കാലി ഇട്ടേക്കു വയറെന്ന് പറയാറുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് വയറ് നിറയ്ക്കണം. പ്രത്യേകിച്ച് മലയാളികൾക്ക് വയറ് പൊട്ടണ വരെ കഴിക്കണം. ഇതാണ് നമ്മുടെ ശീലം. പക്ഷെ ജപ്പാൻകാരുടെ ആദ്യത്തെ ടെക്നിക്കിൽ അവർ പറയുന്നത് 100% കഴിക്കരുത്, 80% നിറഞ്ഞാൽ മതി. കാരണം എന്താ അറിയോ? നമ്മുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കഴിക്കുന്നത് ശരീരത്തെ കൂടുതൽ ഭാരമാക്കും. കുറച്ച് കഴിക്കുന്നത് ശരീരത്തെ ലഘൂകരിക്കും. അങ്ങനെ ലഘൂകരിക്കുന്നത് നമ്മുടെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജീവിത വഴി നയിക്കുന്നതിനും വളരെ സഹായകരമാവാറുണ്ട്. ഭക്ഷണം മാത്രമല്ല കേട്ടോ, ഒന്നും അധികമാകരുത്. അധികം സംസാരിക്കരുത്, അധികം ചിന്തിക്കരുത്, അധികം ജോലി ചെയ്യരുത്. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ കഴിയണം. എല്ലാം ആവശ്യത്തിന് മാത്രം. ചിലർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നവരായിരിക്കാം. ചിലർക്ക് ജോലിയിലായിരിക്കും അഡിക്ഷൻ. പക്ഷെ എല്ലാത്തിനും ഒരു ബാലൻസിൽ കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ അതേപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ഇക്കിഗായ്. ജപ്പാനിലെ ഒരു പ്രശസ്തമായ ആശയമാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. ജീവിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം. അതാണ്. ഇപ്പോ നമ്മളിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൺഡേ കഴിഞ്ഞിട്ടല്ലേ ഒരു വീക്ക് അങ്ങോട്ട് തുടങ്ങുന്നത്, നമുക്ക് മൺഡേ ആണ്. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മൺഡേ ആയി അല്ലെ, ഇനിയിപ്പോ ഒരാഴ്ച ഇതുപോലെ അങ്ങോട്ട് ഓടണം. രാവിലെ എഴുന്നേൽക്കണം, അടുക്കളയിൽ കയറണം, കിച്ചണിൽ സാധനങ്ങളെല്ലാം റെഡിയാക്കണം, പിന്നെ ഓടണം, ഓഫീസിൽ പോകണം. ഓഫീസിലാണെങ്കിൽ മുട്ടം പണിയാണ്, ഫയലിന്റെ നടുക്കാണ് ജീവിതം അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രൊജക്ട് തീർത്തു കൊടുക്കാനുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇനി ശ്വാസം വിടാൻ സമയം കിട്ടുന്നത് സാറ്റർഡേ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് പലരും എഴുന്നേൽക്കുക. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരും ആലോചിക്കുന്നുണ്ടാവും അല്ലെ, ഒരാഴ്ച ഓടിയാൽ മാത്രമാണ് ഇനിയിപ്പോ നിൽക്കാൻ പറ്റുള്ളൂ, സാറ്റർഡേ സൺഡേ ആവണം, ഒന്നിച്ചിരി നേരം കൂടുതൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അങ്ങനെ കണ്ണു തുറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. കണ്ണു തുറന്നു വരുമ്പോൾ തന്നെ ഇതൊക്കെയായിരിക്കും നമ്മുടെ ഉള്ളിലെ ചിന്ത. അപ്പോ അങ്ങനെ ആവരുത് നമ്മുടെ ജീവിതം. അങ്ങനെ വേണ്ട. നമുക്ക് രാവിലെ കണ്ണു തുറക്കാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാവണം നമ്മൾ രാവിലെ എഴുന്നേൽക്കേണ്ടത്. നമ്മൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള ഏതെങ്കിലും കാരണം അത് ലോകത്തിന് ആവശ്യമുള്ളതായിരിക്കണം. അത് നിങ്ങളുടെ പാഷൻ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണുള്ളതെങ്കിലോ, നമുക്ക് പാഷനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജോലിയായിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വളരെ പ്രഗത്ഭരാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അത് നമ്മുടെ ലോകത്തിന് ആവശ്യമുണ്ട് എങ്കിൽ ഇത് മൂന്നും വെച്ചാൽ നമ്മുടെ ജീവിത ലക്ഷ്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. സന്തോഷം, അർത്ഥം, സമാധാനം അത് നൽകുന്ന ഒരു ജീവിത വഴിയെ കുറിച്ചിട്ടാണ് ഇക്കിഗായിൽ ജപ്പാനീസുകാർ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ വീട്ടിൽ അടച്ചിരുന്നല്ലോ, എല്ലാവരും വീട്ടിലേക്ക് പുറത്തൊന്നും ഇറങ്ങാറില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ എൻ്റെ വീട്ടില് ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വളരെ ഒരു ചെറിയ ലോകമാണ്, പുറത്തേക്കൊന്നും ആരെയും കാണുന്നില്ല. അതിനകത്ത് തന്നെ രാവിലെ എഴുന്നേൽക്കുക, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നത് പോലും നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, ആരും എവിടെയും പോകുന്നില്ലല്ലോ. അപ്പോ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ കൊറോണ ഒക്കെ കഴിഞ്ഞു, മോളും ഹസ്ബൻഡും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയെങ്കിലും ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോയിക്കൊണ്ടിരുന്നു. എനിക്ക് പുറത്തു പോകാൻ ഇഷ്ടമില്ല, ആരെയും അങ്ങനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും ഓരോ കാര്യങ്ങളെ കുറിച്ചും ഓൺലൈനായിട്ട് ചെയ്യാവുന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പതിയെ പതിയെ ആ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറി തുടങ്ങി, ഓരോ ക്ലാസ്സുകൾ. അപ്പൊ പിന്നെ എനിക്ക് രാവിലെ എഴുന്നേക്കാനായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാർ വന്നു. അപ്പൊ അവരെ മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ, അവരുടെ കാര്യം നമ്മുടെ ചെയ്തു തീർക്കേണ്ട പ്രൊജക്ടുകൾ ചെയ്യേണ്ടത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാനും രാവിലെ വളരെ സന്തോഷത്തോടു കൂടി എഴുന്നേക്കാൻ തുടങ്ങി. എനിക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ബാക്കിയുണ്ട്, എന്നെ ആരൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന തോന്നല് വന്നപ്പോൾ ഞാനും വേഗം എഴുന്നേറ്റ് എന്റെ കാര്യം. അപ്പൊ ആ ഒരു മാറ്റം എന്നിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാക്കി. ആ ഞാനാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു മാറ്റം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ആ ഒരു മാറ്റം സമ്മാനിച്ച ഞാനാണ് ഇപ്പോൾ ഉള്ളത്.
അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് ഇത്തരം സാധനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയും. ജപ്പാനിലെ ഒരു 90 വയസ്സുകാരൻ പറഞ്ഞത്, ഞാൻ ദിവസവും എഴുന്നേൽക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്? എല്ലാവരും യെസ് ജീവിത പ്രാരാബ്ദങ്ങൾ യെസ് പറയും. ഞാനുണ്ട്. ഓ, താങ്ക് യു മാം. എപ്പ വെളിച്ചാവും നോക്കിയിരിക്കുന്ന ആളാണ് ഞാൻ. എത്ര വെരി വൈകി ഗുഡ്. കിടന്നാലും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് ഓക്കെ ചെയ്യാനുള്ള ഇതാണ് രാവിലെ തന്നെ എനിക്ക് ആ ഊർജം എനിക്ക് കിട്ടിയിരിക്കും. രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാനത് ആലോചിച്ചിട്ടാണ് കിടക്കുക. നാളെ എനിക്കിതുണ്ട്, നാളെ ഞാനിത് യെസ്. ചെയ്യണം, നാളെ ഞാനിത് വായിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ. താങ്ക് യു സോ മച്ച് മാം ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, ഒരു വളരെ പോസിറ്റീവായ ആൻസർ കിട്ടിയതിനും എനിക്കും ഒരുപാട് സന്തോഷം ഇന്ദിര മാം. ആ അപ്പം ഒരു നമുക്കിനി അപ്പൊ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊന്നും ഒരു ബാധ്യതയായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മളെ പുറകോട്ട് ഒന്നും വലിക്കില്ല. നമുക്കെല്ലാം മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് തരിക. അതുപോലെ അടുത്ത നമ്മുടേതാണ് സോഷ്യൽ ബിഗിനേഴ്സ് മൈൻഡ്. ഇപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് നമ്മളെല്ലാവരും തന്നെ അങ്ങനെ ഒരു ബിഗിനേഴ്സ് മൈൻഡ് സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കതിന് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വിംബിൾ അക്കാഡമിയുടെ കീഴിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരും പല ദേശത്തു നിന്നുള്ളവരും എല്ലാവരും ഒത്തുചേരുന്നുണ്ട്. നമുക്ക് പ്രായമോ ഭാവമോ വേഷമോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമുക്കൊക്കെ വീണ്ടും വീണ്ടും ഓരോ അറിവുകൾ സമ്പാദിക്കാനുള്ള തിരക്കാണ്, അല്ലെ? അതിനുള്ള മനസ്സ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പോ ഈ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നതും എന്തെങ്കിലും പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അറിവുകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നിറഞ്ഞ ഗ്ലാസ്സിലേക്ക് ഒരിക്കലും നമുക്ക് പിന്നെയും പിന്നെയും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിങ്ങനെ ഒരു ഭാഗം എപ്പോഴും ഒഴിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കണം, അല്ലെ? അതിനകത്തേക്ക് എന്താണ് നമുക്ക് പുതിയത് ചേർക്കാൻ പറ്റുക, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ കണ്ടിട്ടില്ലേ? കുഞ്ഞു കുട്ടികള്, അതെന്താ അമ്മ അങ്ങനെ, അതെന്താ അമ്മ ഇങ്ങനെ, അമ്മയ്ക്ക് എന്താ അങ്ങനെ ചെയ്താല്, അല്ലെങ്കിൽ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞുല്ലോ, അതിനിപ്പോ എന്താ കാരണം ഉണ്ടായേ, ഇങ്ങനെ ചോദിച്ചു നടക്കുന്ന കുട്ടികളെ കണ്ടില്ലേ പുറകെ കൂടെ? നമ്മുടെ ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ നമുക്ക് ചിലർക്കൊക്കെ അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. പക്ഷെ അവന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവനത് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ആ ഒരു മനസ്സ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക. അതാണ് സോച്ചിൻ എന്ന ബിഗിനേഴ്സ് മൈൻഡ് എന്ന രീതിയിലൂടെ ഒരു പുതിയ ടെക്നിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കായിട്ട് ജപ്പാൻകാര് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു. അപ്പൊ എന്നും അയാളുടെ ചായക്കടയിൽ ഒരാൾ ചായ കുടിക്കാൻ വരും. അപ്പൊ ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്താ വലിയ വലിയ ഒരുപാട് കഥകൾ പറയും. അപ്പം അയാളുടെ ഭാഗത്തു നിന്ന് ഈ ചായക്കടക്കാരൻ വളരെ നിസ്സാരനാണെങ്കിലും അയാൾക്ക് മനസ്സിലായി ഇയാൾ ഇങ്ങനെ വളരെ ബലം പിടിച്ചിട്ട് ഇരിക്കുവാണ്, എനിക്കെല്ലാം അറിയാം, എനിക്ക് നിന്ന് ആരും ഒന്നും പഠിപ്പിക്കണ്ട, എന്ത് ചോദിച്ചാലും അയാളുടെ കയ്യിൽ ഉത്തരവുണ്ട്. പക്ഷെ അത് ഉത്തരം പറയുന്നതിന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, ഞാൻ എല്ലാം പഠിച്ച ആളാണ്, എനിക്കിനൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ദിവസം ചായക്കടക്കാരൻ എന്ത് ചെയ്തു, ഒരു ചായയുടെ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. നിറഞ്ഞിട്ടും പിന്നെയും ഒഴിച്ചു. അപ്പൊ അതിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, താൻ എന്ത് വിട്ടിത്താണ് ഈ കാണിക്കണേ, ചായ മുഴുവൻ നിറഞ്ഞു പോകണം താൻ കാണുന്നില്ലേ, താൻ എന്ത് ഇങ്ങനെ ചെയ്യണേ? അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇതുപോലെയാണ്, നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്നും കേറുന്നില്ല. ഇതിനകത്ത് കുറച്ച് സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ച് കുറച്ച് സ്ഥലം ബാക്കി വെക്കും. അപ്പൊ നിങ്ങൾക്ക് പുതിയ അറിവുകൾ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ചിന്തകളെ എങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതെന്ന് പറയാനും കഴിയും. അപ്പോ ചായക്കടക്കാരൻ ഒരു വലിയ കാര്യമാണ് അയാളെ പഠിപ്പിച്ചു കൊടുത്തത്. നമ്മൾ പറയില്ലേ, പണ്ട് പറഞ്ഞിട്ടുണ്ട്, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുക. എത്ര ഒഴിച്ചിട്ടും കാര്യമുണ്ടോ? അതിക്ക് വല്ലതും പോവോ? ഇല്ല. വെറുതെ പറയുന്നതെല്ലാം വേസ്റ്റ് ആണ്. അപ്പൊ മറ്റൊരാൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ചിന്ത, അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ അംഗീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു മനുഷ്യനാകുക, അല്ലെങ്കിൽ നമുക്കും ജീവിക്കാനുള്ള ഒരു വലിയ സന്തോഷം കിട്ടുക. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം വളരുകയാണ്, നമ്മുടെ ജീവിതം വളരുകയാണ്, നമ്മുടെ സമൂഹം വളരുകയാണ്, നമ്മളും വളരുകയാണ്. അപ്പോൾ
നമ്മുടെ ജീവിതം മുഴുവൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റുഡന്റ് മൈൻഡ് സെറ്റ്. അതിവിടെ എല്ലാവർക്കും ഉണ്ട്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. എന്തായാലും അതിനൊരു നമുക്ക് വിമ്പിളിനും വളരെ ഒരു താങ്ക്സ് പറയേണ്ടതാണ്. കാരണം വിമ്പിളാണ് നമ്മളെയൊക്കെ ഈ അറിവിന്റെ പാതയിലേക്ക് പല രീതിയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോ താങ്ക്സ് വിമ്പിൾ. വിമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. ഇനി പുതിയത് പഠിക്കാൻ മനസ്സ് തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല, എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മളൊക്കെ വളരെ മനോഹരമായിട്ട്, വളരെ സന്തോഷവും വളരെ ഭംഗിയുള്ള ആളുകൾ തന്നെയാണ് അല്ലെ? ഒരു ഭാഗത്തല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് ഭംഗിയുണ്ട്. നമ്മൾ ഒന്നിലും പുറകിലല്ല. ചില ന്യൂനതകൾ നമുക്കുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഭംഗിയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവിനെ ഒരുപാട് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആണ് എന്ന് വാശി പിടിക്കുന്നവര് ഇന്നത്തെ കാലത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഉണ്ടാവൂല്ലേ? പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ടീച്ചേഴ്സിനെയാണ് പെർഫെക്റ്റ് ആണെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ. ഞങ്ങളുടെ ഒരു ഇതിൽ പറയുമായിരുന്നു, ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ടീച്ചേഴ്സ് ആണെങ്കിൽ സാരി പിൻ ചെയ്ത് ഞൊറിഞ്ഞു കുത്തി മുടി ഈരി കെട്ടിയിട്ടേ പോകത്തുള്ളൂ എന്ന്. ടീച്ചേഴ്സ് അത്ര പെർഫെക്റ്റ് ആണ് എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. കുട്ടികളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനസ്സുള്ള ഒരുപാട് ടീച്ചേഴ്സ് നിറഞ്ഞ വലിയൊരു നല്ല സമൂഹമാണ് ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ളത്. കുട്ടികൾ എന്താണെന്ന് അറിയാനും അവരുടെ ഒപ്പം സഞ്ചരിക്കാനും ഇഷ്ടമുള്ള ടീച്ചേഴ്സ്. അപ്പോ അപൂർണതയിലും പൂർണതയിലും സാധാരണയിലും കൂടുതൽ സൗന്ദര്യം കാണുക എന്നതാണ് വാബി സാബി എന്ന ജപ്പാനീസ് ടെക്നിക്. നമ്മുടെ 4ാമത്തെ ജപ്പാനീസ് ടെക്നിക്, ജോയ് ഓഫ് ഇംപെർഫെക്ഷൻ. അവര് അവരുടെ ഇംപെർഫെക്ഷനെ പെർഫെക്ഷനായി കാണിച്ചാൽ അതിനേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി കാണിക്കാൻ വളരെ മിടുക്കരാണ്. അവരുടെ ഒരു ആർട്ട് ഉണ്ട്, കിങ്സുയി. അതെന്താണെന്നറിയോ? ഈ പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ വീണ്ടും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് വളരെ ഭംഗിയായി അവതരിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ രീതിയിൽ നമ്മൾ ചിലപ്പോൾ വലിച്ചെറിഞ്ഞു കളയുന്ന, അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്ന് പറയുന്ന വലിച്ചെറിഞ്ഞു കളയുന്ന ഒരു ചെറിയ ചായക്കപ്പായിരിക്കാം. ആ ചായക്കപ്പിനെ പോലും അവർ ചൊറിച്ചൊരു സ്വർണം ചേർത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ പിടിപ്പിച്ചിട്ടോ അതിനെ വളരെ ഭംഗിയായി അവതരിപ്പിക്കും. എന്നിട്ട് നമ്മുടെ സ്വീകരണ മുറിയിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുക എന്നുള്ളത് ജപ്പാൻകാരുടെ ഒരു രീതിയാണ്. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പെർഫെക്റ്റ്ലി ഇംപെർഫെക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യമാകേണ്ടത്. നമ്മുടെ കുറവുകളെയൊക്കെ നമ്മൾ വളരെ നന്നായി മിനുസപ്പെടുത്തി അവതരിപ്പിക്കുക. അതായിരിക്കണം നമ്മുടെ രീതി. ഈ നമ്മൾക്ക് തെറ്റ് പറ്റാത്തവരൊന്നും ആരും ഇല്ല അല്ലെ? എല്ലാവർക്കും തെറ്റ് പറ്റാറുണ്ട്, നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷെ ആ തെറ്റുകൾ പിന്നെ നന്നായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് കൊണ്ട് വളർന്നിട്ടുള്ള ആരെങ്കിലും? ശരിക്കും തെറ്റുകളും നമ്മളെ വളർത്താറുണ്ട് അല്ലെ? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും അത് തെറ്റായിപ്പോയി, ചെയ്യരുതായിരുന്നു. സമൂഹവും നമ്മളെ ഒരുപാട് കളിയാക്കും അല്ലെ? നമുക്ക് പേടിയാണ്, പെട്ടെന്ന് നമുക്ക് സംഭവിച്ചു പോയല്ലോ, പിന്നെ പേടിയായി, പിന്നെ നാണമായി, അയ്യോ മറ്റുള്ളവരെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ. പക്ഷെ ഓരോ തെറ്റും ഓരോ പിഴവും നമ്മുടെ നല്ല ടീച്ചർമാരാണ്. നമുക്കൊരു വലിയ പാഠം അവർ പകർന്നു തരുന്നുണ്ട്. ഓരോ മിസ്റ്റേക്സിനും ഓരോ ലക്ഷ്യങ്ങളും നമ്മളെ എത്തിച്ചേർക്കാറുണ്ട്. അതുപോലെ പണ്ട് ചെയ്തു പോയ ഒരു തെറ്റ് നമുക്കിപ്പോ നന്നായിട്ട് തോന്നാറുണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോ ഈ രീതിയിൽ ഇവിടെ ഇരിക്കുന്നത് എന്ന് തോന്നുന്ന ആളുകളും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ ഇംപെർഫെക്ഷനിലെ നമ്മുടെ നേട്ടങ്ങളായിട്ട് കണക്കാക്കാം. എല്ലാവരുടെയും ഉള്ളില് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആലോചനകൾ വന്നിട്ടുണ്ടാവും അല്ലെ? ഞാൻ അന്ന് സ്കൂളിൽ പോവാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഈ വഴിക്ക് എത്തിയത്, അങ്ങനെ ആലോചിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അച്ഛന്റെ പറ്റിച്ച് ഞാൻ സ്കൂളിൽ പോയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്നും ഉണ്ടാവും. ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് കഥ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു കഥാകാരനായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അവൻ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുമ്പോ
മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവൻ അവന്റേതായ ലോകത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കണം. അപ്പൊ അതിന് അവൻ സേഫ് ആയിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണ് ബാക്ക് ബെഞ്ച്. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ ചിന്തകളെ ഒരു കൂട്ടി ഒരു പേപ്പറിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഇന്ന് അറിയപ്പെടുന്ന ഒരു നല്ല എഴുത്തുകാരനായിട്ട് അവൻ മാറിയിട്ടുണ്ട്. അത് അവനെ ആ ബാക്ക് ബെഞ്ച് കൊടുത്ത പ്രചോദനമാണ്. അല്ലെങ്കിൽ അവനെ ആ സമയം ഫ്രണ്ട് ബെഞ്ചിൽ അപ്പൊ അവൻ ചെയ്ത തെറ്റാണെങ്കിൽ പോലും അത് അവന്റെ ജീവിത മാർഗവും അവന്റെ ജീവിത ലക്ഷ്യം അവൻ ഇന്ന് അറിയപ്പെടുന്നത് പോലും ആ പേരിലാണ്. അപ്പോ നമ്മുടെ തെറ്റുകളും നമുക്ക് നന്നായിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ വാബി സാബി എന്ന ജോയ് ഓഫ് ഇംപെർഫെക്ഷൻ ജപ്പാൻകാരുടെ ഒരു 4ാമത്തെ ടെക്നിക്കാണ്. നമുക്കും പരീക്ഷിക്കാം കേട്ടോ. ഇനി ജപ്പാനിലെ ഒരു പഴയ ശീലത്തെ കുറിച്ച് പറയാം. കക്കേബു എന്ന് വെച്ചാല് കൺട്രോൾ മണി. അത് നമ്മളൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നവരുണ്ടാവും, ഒരുപാട് പൈസ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് മാനേജ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് മുഴുവൻ വഴുതിപ്പോവും, ഇല്ലേ? മാസം അവസാനം ആവുമ്പോ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എവിടെ പോയി അറിയില്ല ഈ കയ്യിലെ കാശൊക്കെ എല്ലാം തീർന്നു, ഇനിയിപ്പോ 4 ദിവസം കൂടി ഉണ്ട്, എങ്ങനെ ഓടിക്കുന്ന എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ ഒരു വർഷമാവുമ്പോ പറയും, ഒരു വർഷം ജോലി ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഒന്നും ബാക്കിയില്ല എന്റെ കയ്യില്. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് അല്ലെ? എല്ലാവർക്കും. നമ്മൾ തന്നെ ഇതിനകത്ത് മോർണിംഗ് സെഷനിൽ തന്നെ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട് അല്ലെ? സമ്പാദ്യശീലം എങ്ങനെയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സൂക്ഷിക്കുക എന്നൊക്കെ. 1904 ജപ്പാനീസിലെ ഹൈമൊക്കോട്ടോ എന്ന ലേഡിയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഇതുണ്ടാക്കിയത്, ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊണ്ടുവന്നത്, ഹക്കേബു എന്ന സിസ്റ്റം. ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ വരവ് ചെലവുകൾ ഒരു ബുക്കിൽ എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഡെയിലി ദിവസവും ഉണ്ടാവുന്ന ചെലവുകൾ, അതൊരു 10 രൂപയാവട്ടെ, 5 രൂപയാവട്ടെ, പോട്ടെ 10 പൈസയാവട്ടെ, അതുകൂടെ നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുക. നമ്മുടെ കൈവിരലുകൾ നമ്മൾ ബ്രെയിനിലേക്കുള്ള നേരിട്ടുള്ള പാതയാണെന്ന് ഈ ഇരിക്കുന്ന സൈക്കോളജി സ്റ്റുഡൻസിന് എല്ലാവർക്കും, സൈക്കോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവരും, അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട, എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളാണ്. നമ്മുടെ വിരൽത്തുമ്പുകളിൽ നിന്ന് ബ്രെയിനിലേക്ക് നേരിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ബ്രെയിനിൽ നന്നായിട്ട് രജിസ്റ്റർ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇത് എഴുതി വെക്കുക, ഓരോ കാര്യങ്ങളും എഴുതി വെക്കുക. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൊക്കെ പറയുന്നുണ്ട് എഴുതി വെക്കുക എന്നുള്ളത് കാര്യം, എഴുതുക. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ദൈനംദിന ചെലവുകൾ എഴുതി സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെയാണ്, എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അത് ചെലവാക്കിയത്. നമുക്ക് വ്യക്തമായ ഒരു കണക്ക് നമുക്ക് കിട്ടും. നമുക്ക് എത്ര വരുമാനമുണ്ട്, നമ്മൾ എത്ര ചെലവ് ചെയ്യണം, നമ്മൾ അത് എങ്ങനെയാണ് ചെലവ് ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ എഴുതി വെക്കുന്ന ശീലം നല്ലതാണ്. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നാട്ടിലായിരുന്നല്ലോ, കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു 6 or 7 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് തനിച്ച് താമസിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ പോലും നമുക്ക് ഒരു കാര്യങ്ങളെ കുറിച്ചും അറിയില്ല. എല്ലാ കാര്യങ്ങളും അച്ഛനമ്മമാര് ചെയ്തു തരും. കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കണം, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കിതിനെ തീർക്കാൻ പറ്റണം. ഞങ്ങളപ്പോ ഇത് എഴുതി വെക്കുമായിരുന്നു, എല്ലാ കണക്കുകളും ഡെയിലി ഒരു 10 പൈസ ആയാലും അതിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. കുറെ കാലം അത് തുടർന്നിരുന്നു. പിന്നെ അത് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ആ ബുക്കിനെ കുറിച്ച് ആലോചിച്ചത്. ഞാനത് തപ്പിയെടുത്തു കേട്ടോ. അത് വായിക്കുമ്പോൾ എനിക്ക് എന്റെ പഴയ കാലങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അതിലേക്ക് പോകുമ്പോൾ ഓരോ രൂപയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ എങ്ങനെയാണ് സ്ട്രെയിൻ ചെയ്തിരുന്നതെന്നും അതിനെങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചിരുന്നതെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കൊരു തെറ്റുകൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ എന്റെ മോളെ, എന്റെ കുട്ടിയെ അത് പഠിപ്പിച്ചില്ല എന്നൊരു തെറ്റുകൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോ അവള് ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇങ്ങനെയൊന്ന് ചെയ്യാനായിട്ട്. എന്താ വെച്ചാൽ അവളുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല നിർദ്ദേശമായിരിക്കും എനിക്കതെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ 6ാമത്തെ ടെക്നിക്ക് പറഞ്ഞാലോ? അതാണ് സ്മാർട്ട് വർക്ക്, പൊമോഡോറോ. അത് നമ്മൾ ഒരുപാട് ജോലി ചെയ്യാറുണ്ട്. രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നമ്മൾ ജോലി ചെയ്യും. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്ടിവിറ്റി അവിടെ ഉണ്ടാവാറില്ല. കാരണം എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ സമയം കഴിയും തോറും നമ്മൾ റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും മണിക്കൂറുകൾ എങ്ങനെയെങ്കിലും എനിക്ക് വർക്ക് ചെയ്ത് തീർത്താൽ മതി, ഇത്രയും മണിക്കൂറുകൾ എനിക്ക് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ആ വർക്ക് എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടി നമ്മുടെ സമയം ഒപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരു അരമണിക്കൂർ 25 മിനിറ്റ് വർക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനോ ബ്രീത്ത് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒരു ചായ കുടിക്കാനോ ഉള്ള സമയമാണ്. അത് കഴിയുമ്പോൾ നമ്മൾ വളരെ ആദ്യത്തേനേക്കാൾ ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ വർക്കിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് ആ വർക്ക് ചെയ്ത് തീർക്കാൻ നന്നായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ദിവസത്തിന്റെ അവസാനം വരെ നമ്മുടെ എനർജി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സ്മാർട്ട് വർക്ക് ടെക്നോളജിയിലൂടെ നമുക്ക് കഴിയുമെന്ന് ജപ്പാൻകാരൻ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഫോക്കസ്, റെസ്റ്റ്, പ്രൊഡക്ടിവിറ്റി, ഇതാണ് അതിന്റെ ഒരു സൂത്രം. മസ്തിഷ്ക വിശ്രമം, അതും നമ്മുടെ ബ്രെയിനിന് നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു 5 മിനിറ്റ് കൊടുക്കുമ്പോൾ അത് വീണ്ടും നമ്മളെ അതേപോലെ തന്നെ പഴയ പോലെ തന്നെ ഊർജ്ജസ്വലമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ പ്രൊമോഡോറോ, ഈ സ്മാർട്ട് വർക്കിന്റെ 4 സെഷൻ കഴിയുമ്പോൾ ഒരു വലിയ ബ്രേക്ക് എടുക്കാം. ഒരു 15 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റ് ഉള്ളത്. ഇതും നമ്മളെ ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. നമ്മള് നമ്മുടെ വർക്ക് അവസാനം വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്താ വളരെ തളർന്ന് ക്ഷീണിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുക, അല്ലെ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഊർജം ഉണ്ടാവാറില്ല. ആ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ ടെക്നിക്ക് സഹായിക്കും. അപ്പൊ നമ്മൾ 6 ടെക്നിക്കിനെ കുറിച്ച് പഠിച്ചു. ഈറ്റ്ലെസ്, ഹരാകാച്ചിബു, ലൈഫ് പർപ്പസ്, ഇക്കിഗായ്, ബിഗിനേഴ്സ് മൈൻഡ്, സോഷ്യൽ, ജോയ് ഓഫ് ഇംപ്രഷൻ, വാബി സാബി, മണി കൺട്രോൾ, കിക്കിബു, സ്മാർട്ട് വർക്ക്, പൊമോഡോ. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സക്സസ് കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. നമ്മൾ പറഞ്ഞു, ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ 100 വയസ്സുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നത്. അവർ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം നയിക്കുന്നുണ്ട്. വിജയിക്കുക മാത്രമല്ല, സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. സന്തോഷത്തോടെ ജീവിച്ചു എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. വിജയം എന്നത് പണം മാത്രവുമല്ല, സന്തോഷത്തോടെ ജീവിക്കണം. ചെറിയ ചെറിയ സക്സസ് എന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് വലിയ കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ല. അപ്പോ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, ഇതിന്റെ വേറെ രീതിയിലായാലും നമ്മുടേതായ ശൈലിയിലായാലും ഇതെല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം വിജയമാക്കാൻ, സന്തോഷമാക്കാൻ, നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് നല്ലൊരു മാർഗദർശനമാകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, രാവിലെ എല്ലാവർക്കും ഒരു 6 ടെക്നിക്ക് പറഞ്ഞു തന്നല്ലേ. നല്ല നല്ല അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മളിത് പല പ്രാവശ്യമായിട്ട് കേട്ടിട്ടുണ്ട്. യെസ്, ഐ എം ഷുവർ ദാറ്റ് ഇത് ഫോളോ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പർപ്പസ് ഓഫ് ലൈഫ്, അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ മണി കൺട്രോൾ വേണം. അങ്ങനെ പിന്നെന്താ, ഈറ്റ്ലെസ്, അതൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആൾക്കാരത് അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. വയറ് നിറയുമ്പം അങ്ങ് കഴിക്കും, വയറ് നിറയാൻ വേണ്ടി അങ്ങ് കഴിക്കും. അതാ, അങ്ങനെയൊക്കെ. പിന്നെ ഈ പോമഡോറോ ടെക്നിക്ക് ആക്ച്വലി ജാപ്പനീസുകാരുടെ അല്ലല്ലോ, അത് ഇറ്റലിയാണ്. പക്ഷെ ഇറ്റാലിയനാണ്. ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് കൊണ്ട് നടക്കുന്നത് അവരായതുകൊണ്ട് അവരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. കാരണം ഇറ്റാലിയനില് പോമഡോറോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയനിൽ ടൊമാറ്റോ എന്നുള്ളതാ. അതെ, ടൊമാറ്റോ എന്നാണ്. ശരിയാണ്. അത് അന്ന് അന്ന് അത് അവിടെ ഡെവലപ്പ് ചെയ്തപ്പോഴേ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു അത്. അന്ന് ഒരു ടൈമർ ഉണ്ടായിരുന്നു അവർക്ക്. ആ ടൈമറാണ് ഉണ്ടാക്കിയത്. ആ ടൈമറിന്റെ ഷേപ്പ് ടൊമാറ്റോ ആയിരുന്നു. അതുകൊണ്ടാണ് അതിനങ്ങനെ പോമഡോറോ എന്നൊരു ടെക്നിക്ക് വന്നത്. ബട്ട് എനിവേ, ഇറ്റ്സ് എ വെരി ഗുഡ്. പിള്ളേരെയൊക്കെ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നതാണ് നമ്മള് സ്കൂൾസിലൊക്കെ. സ്കൂളിൽ മാത്രമല്ല, പിള്ളേർ പഠിക്കുന്ന സമയത്താണെങ്കിലും അവര് ഈ 20 മിനിറ്റ് അല്ല 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കണമെന്നുള്ളതും, പിന്നെ 4 പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോങ്കർ ബ്രേക്ക്, 5 മിനിറ്റ്സിന് പകരം കുറച്ചുകൂടെ ലോങ്കർ ബ്രേക്ക് എടുക്കാമെന്നുള്ളതും ഒക്കെ.
ഇറ്റലിയിലാണ് അത് ഉണ്ടായതെങ്കിലും അവരല്ല അത് ഉപയോഗിച്ച് വിജയിപ്പിച്ച ആൾക്കാർ. അത് ഡിസിപ്ലിൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ജപ്പാനീസുകാർ ആയതുകൊണ്ടാണ് അവരുടെ Yeah, പേരിൽ അത് അറിയപ്പെടുന്നത്. yeah. Anyway, all these are good techniques for people to follow so that സക്സസിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ജീവിതം വിജയിപ്പിക്കാൻ. അതെ. അപ്പൊ ഇതിനൊക്കെ പറ്റിയ മെത്തേഡുകൾ തന്നെയാണ്. സോ പിന്നെ പോലെ മറ്റേ പൊട്ടിയ കിൻസുക്കിയും പൊട്ടിയ സാധനങ്ങളൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ അവരത് നല്ല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ്. സോ എനിവേ, താങ്ക് യു വെരി മച്ച്. Good presentation ma'am. and valuable. Thank you. Okay. Thank you. Good Good morning, morning, Rani Rani. ma'am. Sorry. Good. Chandra ma'am, you can continue, no problem. Continue ചെയ്തോളൂ. Okay. Thank you. Rani ma'am, Good നല്ല morning, ക്ലാസ്. Louis. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മാം സംസാരിക്കുന്ന പല ടോപ്പിക്സും പേഴ്സണലി എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. ഇത് ഇന്നത്തെ സെഷൻ എനിക്ക് വേണ്ടി ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്ര നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ജാപ്പനീസ് ടെക്നിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടൊരു ജാപ്പനീസ് കപ്പിളിനെ അടുത്ത് പരിചയപ്പെടേണ്ടി വന്നു. അവരുടെ കൂടെ കുറച്ച് നാൾ നിൽക്കേണ്ടി വന്നായിരുന്നു. അപ്പൊ അവരുടെ ഡേ ടു ഡേ ലൈഫ് ഞാൻ ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്തപ്പോൾ മാം പറഞ്ഞ പല കാര്യങ്ങളും സത്യമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ കഴിക്കുന്നത് ഒരു പാൻ കേക്കോ ഒരു ജ്യൂസോ വെള്ളമോ മാത്രമാണ്. നമ്മളത് കഴിച്ചിട്ട് നമ്മൾ ഓടും ബേക്കറിയിലേക്ക്, ബ്രെഡും ജാമും കഴിക്കും. കാരണം നമുക്കത് ആവില്ലല്ലോ, വിശക്കുമല്ലോ. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവര് ചൈൽഡ് ഫ്രീ ആണ്. കല്യാണം കഴിച്ച ഉടനെ കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ആവണം, അങ്ങനെ കോൺസെപ്റ്റ് ഒന്നും അവർക്കില്ല. അവർക്ക് എനിക്കത് പറ്റും, 100% ഞാൻ ഹാപ്പി ആണെങ്കിൽ മാത്രം ഞാനത് ചെയ്യാം. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അവർക്കുള്ളൊരു സമീപനം. അതുപോലെ അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആകെ 3-4 ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അലമാരി നിറച്ച് വാങ്ങി വെക്കണം എന്നൊരു ചിന്തയെ അവർക്കില്ല. പക്ഷെ അവരുടെ ലൈഫിൽ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ ഭയങ്കര സംതൃപ്തിയുള്ള ലൈഫാണ്. അപ്പൊ മാം ഇതൊക്കെ പറഞ്ഞപ്പോ അതെ. എനിക്ക് ആ സമയമൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റി. അതുപോലെ നല്ല ക്ലാസ് ആയിരുന്നു മാം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. നല്ലൊരു തുടക്കം തന്നതിന് ഒരുപാട് നന്ദി. ഇന്ന് ദിവസം ഫുൾ ആ ഒരു എനർജി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ലൂയിസ് മാം. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ജീവിതത്തിനെ വളരെ ലൈറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. വളരെ വെയിറ്റ് കുറഞ്ഞിങ്ങനെ എന്താ പറയുക, ഒരു തൂവലിന്റെ കനത്തിൽ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു ആർട്ട് ടെക്നിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ അതുപോലെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി. അപ്പം താങ്ക് യു. താങ്ക് യു. ചന്ദ്ര മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഈ ജപ്പാൻകാരെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എനർജറ്റിക് ആണ്. ഇവര് ടെക്നോളജി വൈസും വളരെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ ഈ ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് അറിയാമെങ്കിലും മാം ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞപ്പം ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്, ഒരു പോസിറ്റീവ് എനർജി. മാം ഫസ്റ്റ് പറഞ്ഞതുപോലെ ഞാൻ ഫുഡ് ഇങ്ങനെ ഫുള്ള് കഴിക്കാറില്ല, ഹാഫേ കഴിക്കാറുള്ളൂ. വീട്ടിൽ കൊടുക്കുമ്പോൾ ഞാൻ ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഈ ഫുഡ് കഴിച്ച് അല്ലെ ഫുഡ് തന്ന്, പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് കഴിക്കുന്നു പറഞ്ഞ് ഞാൻ കൊടുക്കും. ഞാൻ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, ഇങ്ങനെ ഫുള്ള് കഴിക്കണമെന്നില്ല, നിങ്ങൾ കുറച്ച് കഴിച്ചാൽ മതി, ഞാൻ ഫുഡ് തന്ന് സ്നേഹിക്കുന്നില്ല, ആവശ്യത്തിനുള്ളത് കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ മാം പറഞ്ഞപ്പം തന്നെ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ നമ്മളൊരു ഹാഫ് ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര എനർജിയാ, നമ്മുടെ ബോഡിക്ക് ഭയങ്കര എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം. മാം അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ലൈഫിൽ കൊണ്ടുവന്നാൽ വളരെ പോസിറ്റിവിറ്റി കിട്ടും, ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം രാവിലെ മോർണിംഗിൽ ഒരു ഇത്രയും നല്ല പോസിറ്റീവ് തോട്ട്സ് ഒക്കെ തന്നതിന് താങ്ക് യു മാം. താങ്ക് യു ആതിര മാം. Good morning, Rani ma'am. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. യെസ്, വളരെ നല്ല രീതിയിൽ മാം സെഷൻ എടുത്തു. വളരെ ഇംപ്രസീവ് ആയിരുന്നു. ദെൻ ടോപ്പിക്കും നല്ലൊരു ടോപ്പിക്കായിരുന്നു. സോ അത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു ഇതാണ്. ബട്ട് മാം ഒരു ചോദ്യം ചോദിച്ചില്ലേ, 100 years വരെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? ഫസ്റ്റ് ഞാനിപ്പോ മാം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഫീൽ ആയത്, ജപ്പാനിലാണെങ്കിൽ ഷുവർ ആയിട്ട് ഇപ്പൊ മാമിന്റെ ക്വസ്റ്റ്യന് ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യ ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. വെരി ടഫ്. ഇന്ത്യ ഇസ് റിയലി ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കോർണർ ചെയ്ത് സ്ക്വീസ് ചെയ്ത് ഉള്ള ഒരു മൈൻഡ് സെറ്റും
ഇതൊക്കെയാണ്. സോ ഡെഫിനറ്റ്ലി വിഷ്. പിന്നെ എനിക്കൊരു ആഗ്രഹമുള്ളതാണ്, ജപ്പാൻ പോയി കാണണം എന്നുള്ളതുണ്ട്. ഇപ്പൊ മാമിന്റെ ഈ ഒരു സെഷൻ കേട്ട് കൊതി കൂടുതലായിട്ടുണ്ട്. സോ എനിവേ നൈസ് ടോപ്പിക്. എല്ലാരും പറയണ മാതിരി എനിക്ക് ഇഷ്ടമുള്ളതാണ് ഈ ഭക്ഷണം വന്നിട്ട് ഒരുപാട് കഴിക്കണം ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ ഞാൻ മാരേജ് കഴിഞ്ഞ ശേഷം നേരത്തെ ഡിഫൻസ് സ്കൂളിലായതുകൊണ്ട് അവിടെ ഈ രീതിയിൽ കൺട്രോൾഡ് ആയിരിക്കണം. കല്യാണം കഴിഞ്ഞ ഇവിടെ വന്ന ശേഷം എപ്പോഴും കേട്ടിരിക്കുന്നത് വയർ ഫുൾ കഴിക്കൂ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. സോ അത് ഞാൻ എന്റെ കുട്ടികളുടെ ഇടയിൽ എൻകറേജ് ചെയ്തിട്ടില്ല അത്. ആൻഡ് എപ്പോഴും എനിക്ക് ഈ ഹാപ്പിനെസ്സിനെക്കാളും കൂടുതൽ താല്പര്യമുള്ളത് മീനിങ് ഫുൾ ലൈഫ്. ഇപ്പോൾ നമ്മൾ മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ ആയിരിക്കണം ബെറ്റർ ആണെന്നുള്ള ഒരു ഫീലിംഗ്. ആ മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒപ്പം വരുന്നതാണ് ഈ ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ്. പിന്നെ കുറെ ഈ വായിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. നമ്മൾ whenever we lead a meaningful, when we do something good for others, അതിൻ്റെ ഒപ്പം നമുക്ക് വരുന്നതാണ് ഹാപ്പിനെസ്. സോ മാം പറഞ്ഞ ഓരോ 6 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഇപ്പൊ ആതിര മാം പേഴ്സണൽ ആയിട്ട് ഒരു കപ്പിളിനെ മീറ്റ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്ത് പറയുമ്പോ ഒക്കെ ശരിക്കും വി നീഡ് ടു സം ഹൗ ഓർ ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ് മാക്സിമം. ഇപ്പൊ എൻ്റെ അടുത്ത് ഇക്കിഗായ് ബുക്കും എൻ്റെ മോൾ പറഞ്ഞു അമ്മ ആ ബുക്ക് വായിക്കി പറഞ്ഞിട്ട് അത് ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. മാമിന്റെ ഈ ഒരു സെഷൻ ശേഷം കൂടുതൽ അത് വായിക്കാം. അത് ഇങ്ങനെ തുറന്നു ഒരു 4-5 പേജ് വായിച്ചു, പിന്നെ അത് അങ്ങനെ ഇരിക്കുന്നു അവിടെ. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഷുവറായിട്ട് ഞാൻ ഇക്കിഗായ് ബുക്ക് വായിക്കും. നൈസ് ആൻഡ് very well presented session, and as usual you are very cheerful person. Smile. റാണി മാം, സൂസൻ മാം, നമ്മുടെ അർച്ചന മാംക്കൊക്കെ ഗിഫ്റ്റഡ് പേഴ്സൺസ് ആണ്. ആ സ്മൈൽ എന്ന് പറയുന്നത് ഗിഫ്റ്റ് തന്നെയാണ്. നമുക്കത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല, അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. സോ കീപ് ദാറ്റ് സ്മൈൽ, കീപ് എവറി വൺസ് ഡേ ബ്രൈറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചന്ദ്ര മാം. ചന്ദ്ര മാം, എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടാ ജപ്പാനിൽ പോകണമെന്ന്. എന്നാലും നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് പോവാം. പോവാം. നമുക്ക് വിംബിളിന്റെ ഒരു ട്രിപ്പ് പോയിക്കാം ജപ്പാനിലേക്ക്. വിംബിൾ ടൂർ ഫൈസൽ സാർക്ക് ഒരു ഡിമാൻഡ് വയ്ക്കുക. അതെ അതെ, ഞാനും കുറെ ഇങ്ങനെ ജപ്പാനിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിരുന്നു. ഒരു ടോപ്പിക്ക് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് പോകണം എന്നുള്ളത്. അങ്ങനെ പിന്നെ അങ്ങനെ അതിനെ കുറിച്ച് പഠിച്ചപ്പോഴുണ്ട് അവിടെ ഒരു രാവിലെ തന്നെ ഒരു സ്ട്രെച്ചിങ്, ഒരു എക്സസൈസ് ഉണ്ട്, റേഡിയോ ടൈസോ എന്ന് പറഞ്ഞിട്ട്. ഇത് അവിടെ എല്ലാവരും ചെയ്യും, കുട്ടികൾ മുതൽ വലിയവര് മുതിർന്നവര് വരെ ചെയ്യും. രാവിലെ ഒരു ചെറിയൊരു മ്യൂസിക് കിട്ടിയിട്ട് ചെറുതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണത്. സ്കൂളുകളിൽ, അതുപോലെ ഓഫീസുകളിൽ, പാർക്കുകളിൽ, വീടുകളിൽ എല്ലായിടത്തും രാവിലെ ഈ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതാണ്. അതിന് വലിയ ഇപ്പൊ ജിമ്മിൽ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് അങ്ങനെ ഒന്നുമില്ല. ബോഡി മുഴുവൻ സ്ട്രെച്ച് ആയിട്ട് ഒരു കൈ നീട്ടിയിട്ട് അതുപോലെ നമ്മുടെ ബോഡി മൊത്തം സ്ട്രെച്ച് ആവും. കുറച്ച് നേരം ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരു 5 മിനിറ്റ് ഒക്കെ, 3 മുതൽ 5 മിനിറ്റ് നേരക്കാണ് അതുള്ളതാണ്. അപ്പൊ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ആവും, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ, രാവിലെ തന്നെ നമുക്ക് ഓരോന്ന് ചെയ്യാനായിട്ടുള്ള ഉഷാറ് കൂടും, നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും, അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഡിസിപ്ലിൻ ഉണ്ടാവും. പിന്നെ കൂട്ടായിട്ടാണ് അവരിങ്ങനെ ചെയ്യാന്ന് ഓരോ പാർക്കുകളില് അങ്ങനെയൊക്കെ രാവിലെ തന്നെ. അപ്പൊ അത് എല്ലാവരും ഒരു ഒത്തൊരുമയും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറെ ഇതുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബ്രീത്തിങ് ടെക്നിക്കുകളൊക്കെ ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റെഫി മാമിന്റെ കുറെ ബ്രീത്തിങ് ടെക്നിക്കുകളൊക്കെ പറയാറുണ്ട് മെഡിറ്റേഷനിൽ, അതൊക്കെ ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ജപ്പാനിൽ. എല്ലാം കൂടെ കേൾക്കുമ്പോൾ അവിടേക്ക് പോവാൻ തോന്നുന്നുണ്ട്, അവിടെ ജനിച്ചാൽ മതിയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു റാണി മാം. പ്രസന്റേഷൻ ആയിരുന്നു, ഇതിന് പറയാനില്ല, അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജന മാം. താങ്ക് യു. റാണി മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, പറയൂ. ലേറ്റ് ആയിട്ടാണ് കയറിയത്, ഞാൻ ഓഫീസിൽ പെട്ടുപോയി. അപ്പം എന്തായാലും കേട്ടെടുത്തോടെ നല്ല സെഷൻ ആയിരുന്നു, റെക്കോർഡിംഗ് കേൾക്കാം. താങ്ക് യു. താങ്ക് യു സാർ.
ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായോ? ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? അതാ എനിക്ക് തീർച്ചയായും തോന്നുന്നത് എല്ലാവരും പറഞ്ഞു ഓടിട്ടുണ്ടാവും. കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓടിയിട്ടുണ്ടാവും. ഓരോർക്ക് ഓരോ അതെ, ഡ്യൂട്ടി ഉണ്ടല്ലോ. എക്സാക്ട്ലി. അപ്പൊ This is India. എന്തായാലും അതെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി രാവിലെ വന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഇപ്പോഴും റെക്കോർഡ് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ അഡ്വാൻസ് ആയിട്ടും ഇപ്പോഴും ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രചോദനമാണ് ഇങ്ങനെ രാവിലെ വന്നിരിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ. അപ്പൊ താങ്ക് യു എവറിവൺ. താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു അല്ലേ? അതെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം. Yes, a satisfying day. Thank you. So much. താങ്ക് യു.